ഹായ്, നമുക്കൊരു ദൈവവചനത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ചാലോ? ദൈവവചനം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ ശക്തിയാണ്. രക്ഷയിൽ നിന്ന് രക്ഷയിലേക്ക് നയിക്കുന്ന, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നതാണ് ഓരോ ദൈവവചനം. അപ്പോൾ ഒരു ദൈവവചനത്തിൻ്റെ അഭിഷേകം നമ്മൾ സ്വീകരിച്ചാൽ അതിൻ്റെ ശക്തിയും അനന്തമായ യോഗ്യതകളും നമ്മിൽ വന്ന് നിറയും. ഓരോ വചനവും ആത്മാവും ജീവനുമാണ്. അപ്പോൾ നമ്മുടെ ആത്മാവിലും ജീവനിലും കൂടുതൽ ഉണർവും ഉന്മേഷവും ശക്തിയും സംരക്ഷണവും നമുക്ക് ഈ ദൈവവചനം വഴിയായിട്ട് ലഭിക്കും. യെശയ്യാ 54:17 പറയുകയാണ്, നിന്നെ ഉപദ്രവിക്കാനായി ഉണ്ടാക്കിയ ഒരായുധവും നിനക്കെതിരെ ഫലപ്രദമാവുകയില്ല. നിന്നെ ഉപദ്രവിക്കാനായി ഉണ്ടാക്കിയ ഒരായുധവും നിനക്കെതിരെ ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണിത്. ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന മക്കൾക്ക് ദൈവം നൽകുന്ന അമൂല്യമായ ചില സംരക്ഷണത്തിൽപ്പെട്ട ഒരു കാര്യമാണിത്. അവർക്കെതിരെ വിധി പ്രസ്താവിക്കാൻ, അവരെ ഉപദ്രവിക്കാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല. എത്ര വലിയ രാജാക്കന്മാർ പരിശ്രമിച്ചാലും അവരുടെ ജീവനെ അപഹരിക്കാൻ ശ്രമിച്ചാലും ദൈവം അവരുടെ ദൗത്യം പൂർത്തിയാകുന്നതുവരെ കാത്തു സൂക്ഷിക്കും. മോശയുടെ കാര്യം നമുക്കറിയാം. ഈശോ കുഞ്ഞായിരിക്കുമ്പോൾ ഈശോയെ നശിപ്പിക്കാൻ നോക്കിയതറിയാം. ദാവീദിനെ കൊല്ലാൻ സാവൂൾ രാജാവ് നോക്കിയത് നമുക്കറിയാം. പക്ഷേ ദൈവത്തിൻ്റെ സംരക്ഷണം, വലിയ സംരക്ഷണം, ഇത് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് യെശയ്യാ 54:17 തിരുവചനത്തിലൂടെ. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, എന്നെ ഉപദ്രവിക്കാനായി ഉണ്ടാക്കിയ ഒരായുധവും എനിക്കെതിരെ ഫലപ്രദമാവുകയില്ല. എനിക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും ഞാൻ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും ദൈവത്തിൻ്റെ നീതി നടത്തലുമാണ് ഇത്. അപ്പോൾ ഈ വചനം നമ്മുടെ ജോലി മേഖലകളിലൊക്കെ ഒരു പക്ഷേ നമുക്കെതിരെ വിധി പറയുന്ന അനേകം പേരുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളെ താഴ്ത്തിക്കെട്ടുന്ന, വിധി പ്രസ്താവിക്കുന്ന അനേകം പേരുണ്ടാവും. അവരിൽ നിന്നെല്ലാം നമുക്ക് സംരക്ഷണം ലഭിക്കാൻ ദൈവത്തിൻ്റെ ഈ വചനം ആത്മാവും ജീവനുമായി നമ്മുടെ ആത്മാവിൽ വന്ന് നിറയട്ടെ. ഈ വചനത്തിൻ്റെ അഭിഷേകവും അനന്ത യോഗ്യതകളും ശക്തിയും സംരക്ഷണവുമായി നമ്മിൽ ഓരോരുത്തരിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.